ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് വചനം കേൾപ്പാൻ കർത്താവ് ഇങ്ങനെ ഒരു മുഖാന്തരം ഒരുക്കുകയാണല്ലോ. തിരുവചനത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകി തരുന്ന എല്ലാ ആലോചനകളും നമ്മെ ധന്യരും ബലമുള്ളവരും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായി തീരത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് ഓരോ ദിവസവും നൽകി തരുന്ന ദൈവത്തിൻ്റെ ആർദ്രതയ്ക്കും കരുണയ്ക്കും ദയയ്ക്കുമായി ദൈവത്തെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് ദൈവവചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്നതിന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു ആത്മീക ചിന്ത വചനത്തിലൂടെ പറയാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്തു, സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഈ ബൈബിൾ ചരിത്രം എത്രയോ പ്രാവശ്യം അനേക വേദികളിൽ പല വേളകളിൽ ആത്മീകരായിരിക്കുന്ന ആളുകൾക്കും പൊതുജനത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചന വ്യാഖ്യാനത്തിലൂടെയും പ്രഭാഷണ ശൈലിയുടെയും ഒത്തിരി ആളുകളെ ഉണർത്തിയിട്ടുണ്ട്, ഒത്തിരി പേരെ ബലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ അത്ഭുത സിദ്ധികളെ മാനവജാതി അറിയേണ്ടതിന് പ്രഭാഷണങ്ങളിലൂടെ ഈ ഭാഗമൊക്കെ ഒരുപാട് പ്രഭാഷകർ പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് തന്ന ഒരാത്മീക ചിന്ത ലളിതമായി പറയാൻ ഞാൻ ഈ ഭാഗം വീണ്ടും വായിക്കുകയാണ്. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ ശ്രദ്ധേയമായത്, ലോകപ്രസിദ്ധമായിരിക്കുന്ന അത്ഭുതമാണ്. കർത്താവ് ചെയ്തതെല്ലാം, അഥവാ ദൈവം ചെയ്യുന്നതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാണ്, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതാണ്. കൺകെട്ടല്ല, മായാജാലമല്ല, അനുഭവിക്കാൻ കഴിയുന്ന അത്ഭുതങ്ങൾ. 2 തരത്തിൽ നമുക്ക് കാണാം. ചിലത് മായാജാലങ്ങളാണ്, കൺകെട്ടുകളാണ്. അന്തരീക്ഷത്തിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് കാണിക്കുന്നു, പക്ഷെ അതൊന്നും മനുഷ്യർക്ക് ഉപയോഗിക്കാനോ ഉപകരിക്കാനോ കഴിയുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടുത്തെ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ബാധിച്ചത്. എന്നാൽ സർവശക്തനായ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾ ശരീരത്തിലും ജീവിതത്തിലുമൊക്കെ കുടുംബത്തിലുമൊക്കെ അനുഭവിക്കാൻ കഴിയുന്നതാണ്. പച്ചവെള്ളം വീഞ്ഞാക്കിയതൊരു കൺകെട്ടല്ലായിരുന്നു, അവിടുത്തെ ആളുകൾക്ക് അനുഭവിക്കാൻ പറ്റിയതാണ്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് തൃപ്തി വരുത്തിയത് ഒരു മായാജാലമല്ലായിരുന്നു. അത് കഴിച്ചു, തൃപ്തിപ്പെട്ടു, അത് സംഭവിച്ചതാണ്. ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ അപ്പത്തെ ഇന്നൊരിക്കൽ കൂടി നമ്മൾ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയമാക്കി ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ അപ്പം ഒരു ബാലകൻ്റെ കയ്യിൽ അവൻ്റെ അമ്മ കൊടുത്തയച്ചതാണെന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവന് കഴിക്കാൻ വേണ്ടി ആഹാരമായിട്ട് കൊണ്ടുവന്നതാണ്. എല്ലാവരും ആഹാരം കൊണ്ടുവന്നിരുന്നോ, ഈ കൊച്ചൻ മാത്രം ആഹാരം കൊണ്ടുവരാൻ കാരണമെന്ത്? അതൊന്നും നമുക്ക് ചിന്തിച്ചാൽ പിടികിട്ടുന്നതല്ല. എന്താണെങ്കിലും ഈ കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന അപ്പം ശിഷ്യന്മാരിൽ ഒരാൾ കണ്ടെത്തി. ആളുകൾക്ക് പട്ടിണിയാണ്, അവർക്ക് വിശക്കുന്നുണ്ട്, തിരിച്ചു പോകുമ്പോൾ വഴിയിൽ അവർ തളർന്നു പോകുമെന്നുള്ള കർത്താവിൻ്റെ തിരിച്ചറിവിന് പരിഹാരമായി കർത്താവിൻ്റെ സന്നിധാനത്തിൽ കൊണ്ടെത്തിച്ചതാണ് ഈ അപ്പം. ഈ തിരിച്ചറിവ് കർത്താവിൻ്റെയാണ്. ഏത് തിരിച്ചറിവ്? ഈ പരുവത്തിൽ ഇവർ മടങ്ങിപ്പോയാൽ ഇവർ വഴിയിൽ വെച്ച് ക്ഷീണിതരാകും, തളർന്നു പോകും എന്ന തിരിച്ചറിവ്. ദൈവസന്നിധിയിൽ ആ വാക്ക് നല്ല അർത്ഥത്തിലെടുക്കണം. ദൈവം സർവജ്ഞാനിയാണ്, എല്ലാം അറിയുന്നതാണ്. പക്ഷെ നമ്മളെ ആരറിയുന്നതിനേക്കാൾ അധികം ദൈവം അറിയുന്നു. നാം തളരുമോ, വീണുമോ, ക്ഷീണിക്കുമോ എന്നൊന്നും നമ്മുടെ കൂടെ നടക്കുന്നവർക്ക് ചിലപ്പോൾ ചിന്ത കാണിയല്ല. അവർക്ക് നമ്മൾ വീണാലും വീണില്ലെങ്കിലും വലിയ ഗൗരവമുള്ള കാര്യമായിരിക്കുകയില്ല. പക്ഷേ തിരുവെഴുത്ത്
ഇപ്രകാരം പറയുന്നു, കർത്താവിന് തോന്നി ഇവർ തളർന്നു പോകും. ഞാൻ ഇങ്ങനൊരു വാക്ക് ഉപയോഗിക്കുക, കർത്താവ് അത് തിരിച്ചറിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ആര് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ തിരിച്ചറിഞ്ഞാലും അവരൊരുപക്ഷെ നമ്മുടെ കൂടെ കരഞ്ഞേക്കാം. അയ്യോ എന്തു ചെയ്യുമെന്നോർത്ത് അവർ കൈമലർത്തിയേക്കാം. സിമ്പതി ഒരുപാട് നമുക്ക് ലഭിച്ചേക്കാം. എല്ലാവരും നമ്മളോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞേക്കാം. പക്ഷെ നമുക്ക് തളർച്ച വരുന്നു, നിവരെ നിൽക്കാൻ പറ്റാതെയാകുന്നു. ഈ യാത്രയിൽ നമുക്കെവിടെയോ എന്തോ സംഭവിക്കും, വീട്ടിലെത്തുന്നതിനേക്കാൾ മുമ്പ് ഒരു വീഴ്ചയോ തളർച്ചയോ സംഭവിക്കുമെന്ന്, വീഴുന്നതിനേക്കാൾ മുമ്പ്, തളരുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് തിരിച്ചറിഞ്ഞാൽ അതിനൊരു പരിഹാരം കർത്താവ് ഉണ്ടാക്കാതിരിക്കില്ല. ഞാൻ ഈ പറയാൻ വരുന്ന കാര്യം പറയുന്നതിനേക്കാൾ മുമ്പ് പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് കയറി എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നു, നീ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയം നിന്നെ വല്ലാതെ തളർത്തുമെന്ന്, നിൻ്റെ അവസ്ഥ നിന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുമെന്ന് ആരൊക്കെ അറിഞ്ഞാലും കാതലായിട്ടൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. ശാശ്വതമായൊരു പരിഹാരം അതിനുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കാരുണ്യവാനായ കർത്താവ് നീ തളർന്നു പോകുമെന്നുള്ള തിരിച്ചറിവ് ഒരത്ഭുതത്തിലേക്ക്, ഒരസാധാരണ വീര്യപ്രവൃത്തിയിലേക്ക്, ഒരു ദൈവിക നടപടിയിലേക്ക് ദൈവം നടത്താനിടയാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നോക്കി സ്വർഗം അത് തന്നെ പറയുന്നു. നീ തളരുമെന്ന് ആർക്കും പിടികിട്ടിയില്ല. നീ കരയുന്ന കണ്ടിട്ട് ഈ കരച്ചിൽ നിന്നെ വല്ലാതെ ബാധിച്ചു എന്ന് പോലും അവർ ചിന്തിച്ചില്ല. പക്ഷേ അരുമനാഥനായിരിക്കുന്ന കർത്താവ് ഈ തളർച്ച കണ്ടു. നീ ബലഹീനമാകരുത് എന്നുള്ളതിൻ്റെ നടപടിക്കുള്ള കൽപ്പന തന്നെ പുറപ്പെടുവി വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആരോ തളരുന്നു, ആരോ മുന്നോട്ട് പോകാൻ പറ്റാതെയാകുന്നു. നീ വീണു പോകും, നീ തളർന്നു പോകും, നീ വീട്ടിലെത്തില്ല എന്ന് തോന്നിയ കർത്താവ് പെട്ടെന്നൊരു നടപടിക്ക് തയ്യാറാകിയ. ഇവർ തളരും, ഇവർക്ക് ആഹാരം കൊടുത്തേ പറ്റൂ. ശിഷ്യന്മാർ കൈമലർത്തി. എന്തു ചെയ്യും? അങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് ഒരു ബാലകൻ്റെ കയ്യിൽ 5 അപ്പം ഇരിക്കുന്നു. അത് അന്ത്രയോസാണ് കണ്ടെത്തി കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. ആ 5 അപ്പം കർത്താവിൻ്റെ കയ്യിലേക്ക് എത്തി. കർത്താവിൻ്റെ കയ്യിൽ വെച്ച് അനുഗ്രഹിച്ചു, അതല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. സ്വർഗം അനുഗ്രഹിച്ച അപ്പമായി മാറി. ഇപ്പം കേട്ടോ, ഒരു കൊച്ചൻ്റെ കയ്യിൽ പൊതിഞ്ഞു വെച്ചിരുന്ന അപ്പം, അല്ലെങ്കിൽ ഒരു ടിഫിൻ ബോക്സിനകത്ത് വെച്ചിരുന്ന അപ്പം കർത്താവിൻ്റെ കയ്യിലെത്തി. അത് അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട അപ്പം നുറുക്കപ്പെട്ടിട്ട് ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തെന്നാണ് നമ്മൾ വായിച്ച 19-ാം വാക്യം. ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തത് ശിഷ്യന്മാർ പുരുഷാരത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അത് 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ബാക്കി 12 കൊട്ട നിറച്ചെടുത്തു. ഞാൻ ഈ അപ്പത്തെ ഒരിക്കൽ കൂടി ഒരു വാക്കോടെ പറഞ്ഞോട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അപ്പം കർത്താവിൻ്റെ കയ്യിലെത്തി. കർത്താവ് അതിനെ അനുഗ്രഹിച്ചു. ഞാൻ ഇന്നത്തെ സന്ദേശത്തിന് ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ്: കർത്താവ് അനുഗ്രഹിച്ചതിനെ നുറുക്കിയാലും ഇല്ലാതാകുകയില്ല. കർത്താവ് അനുഗ്രഹിച്ചത് നുറുക്കിയാലും അത് വീണ്ടും വീണ്ടും വർദ്ധിപ്പാനിടയാകും. അത് തീരില്ല. ദൈവം അനുഗ്രഹിച്ചതിനെ തീർക്കാൻ പറ്റില്ല. എത്ര മണ്ഡലങ്ങൾ കടന്നു നോക്കിയ കൊച്ചൻ്റെ കയ്യിൽ നിന്ന് കർത്താവിൻ്റെ കയ്യിലെത്തി, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ശിഷ്യന്മാരുടെ കയ്യിലെത്തി, ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് പുരുഷാരത്തിൻ്റെ കയ്യിലെത്തി, പുരുഷാരത്തിൽ നിന്ന് വീണ്ടും കൊട്ടയ്ക്കകത്ത് നിറഞ്ഞു. ഈ കൊട്ടയ്ക്കകത്തിരുന്ന അപ്പം ആര് കൊണ്ടുപോയി, എന്തു ചെയ്തു, എങ്ങോട്ട് പോയി എന്നൊന്നും എഴുതിയിട്ടില്ല. ശിഷ്യന്മാർ കൊണ്ടുപോയില്ല, കാരണം അവർ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. അവരപ്പം എടുത്തില്ല എന്നൊക്കെ മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുമുണ്ട്. ഇവിടെ വന്നവർ ഒന്നും അറിയില്ല അതിനെക്കുറിച്ച്. നമുക്കതിനെങ്ങനെ ചിന്തിക്കാം? എവിടെയോ ഒതുങ്ങിയിരുന്ന ഈ അപ്പത്തെ എന്ന വണ്ണം എന്നെയും നിങ്ങളെയും എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ കിട്ടി. ആരോ തപ്പി നടന്നു. ശിഷ്യന്മാരിൽ ആരോ തപ്പി നടന്നു. അവർ കർത്താവിൻ്റെ കയ്യിലെത്തിച്ചു. കർത്താവിൻ്റെ കയ്യിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ടത് കർത്താവ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നില്ല, പിന്നെയും അത് ശുശ്രൂഷകരെ ഏൽപ്പിച്ചു. ശുശ്രൂഷകർ ജനത്തിൻ്റെ ഇടയിലേക്ക് തന്നെ പകർന്നു. വീണ്ടും അത് കൊട്ടകളിൽ നിറഞ്ഞു. ഞാനിങ്ങനെ പറയുകയാണ്, ആ അപ്പത്തെ യുക്തി കൊണ്ടല്ല, വിശ്വാസം കൊണ്ട്, ആത്മീകം കൊണ്ട് ചിന്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ കയ്യിലിരുന്ന് അനുഗ്രഹിക്കപ്പെട്ടത് നുറുക്കപ്പെട്ടാലും അവിടം കൊണ്ടൊന്നും തീരുകയില്ല. കൊട്ടയ്ക്കകത്ത് നിറഞ്ഞിരിക്കുന്നത് പോലെ. പിന്നെ അതെന്തിയെന്നറിയില്ല.
പക്ഷെ അത് അസ്തമിച്ചിട്ടില്ല, തീർന്നിട്ടില്ല. ഇന്നും ആ അപ്പം എവിടെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വെച്ചത്. ഞാനൊരു സാങ്കേതിക കാര്യം പറയുക, ഈ സന്ദേശത്തിൽ മാത്രം നിന്നുകൊണ്ട് പറയുക. ഒരു കൊച്ചൻ്റെ വയറ്റിനകത്ത് തീരേണ്ടതിനെ കൊട്ടയ്ക്കകത്ത് നിറച്ച് വയ്ക്കത്തക്ക രീതിയിൽ ഇതിനിടയിൽ നുറുക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, വേർപെട്ടു, ഇതൊക്കെ ചെയ്യപ്പെട്ടു. ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കർത്തൃദാസന്മാർ അതിനെ വാങ്ങിച്ചു, കർത്താവിൻ്റെ കയ്യിലെത്തിച്ചു. കർത്താവ് അതിനെ കയ്യിൽ വെച്ച് അനുഗ്രഹിച്ചു, നുറുക്കപ്പെട്ടു, വീണ്ടും കർത്തൃദാസന്മാരുടെ കയ്യിലെത്തി. അനേകർക്കത് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ അവരുടെ മുമ്പിലേക്കെത്തി. അവിടെ നിന്ന് വീണ്ടും കൊട്ടയിലേക്കെത്തി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നോ? ഈ അപ്പം തീരില്ല. ഈ അപ്പത്തെ ഞാനും നിങ്ങളുമായിട്ടൊന്ന് കാണാമോ? അരി ആട്ടി വെച്ചിരിക്കുന്നത് രാവിലെ ഒരു തവി ദോശക്കല്ലെ കോരി ഒഴിച്ച് അപ്പമാക്കി മാറ്റിയ ഒരു ആഹാര പദാർത്ഥത്തെ അല്ല. ഈ അപ്പത്തിൻ്റെ സ്ഥാനത്ത് എന്നെ നിങ്ങളെ കാണാമോ? നീ ആരുടെയോ കയ്യിലിരുന്നതാ. ആ നിന്നെ കർത്തൃദാസന്മാരെ പറഞ്ഞയച്ച് കർത്താവിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു. കർത്താവിൻ്റെ കയ്യിൽ വെച്ച് നീ അനുഗ്രഹിക്കപ്പെട്ടു. കഷ്ടതയുടെയും ശോധനയുടെയൊക്കെ നുറുക്കപ്പെടൽ ആത്മീക ജീവിതത്തിൽ നേരിട്ടു. കർത്തൃദാസന്മാരുടെ കയ്യിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഏൽപ്പിച്ചു. അവർ നിന്നെ അനേകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആക്കിയെടുത്തു. അവിടെ നിന്ന് ദൈവമായ കർത്താവ് ഒരിക്കലും തീരാത്ത ഒരു കൊട്ടയ്ക്കകത്ത് അസ്തമിക്കാത്ത ഒരു സ്ഥാനത്ത് ദൈവമായ കർത്താവ് മാറ്റി. ഇങ്ങനെ വിവിധ പ്രോസസ്സിലൂടെ കർത്താവിൻ്റെ കയ്യിലെത്തിയത് നുറുക്കപ്പെട്ടാലും തീരത്തില്ല എന്ന മനോബോധത്തോടെ ഇന്നനുഭവിക്കുന്ന നുറുക്കലുകൾ, ഇന്നനുഭവിക്കുന്ന വേദനകൾ അത്യുന്നതൻ്റെ കയ്യിലാണെന്നും അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും ചിന്തിച്ചാൽ ഇതവിടെ തീരിയല്ല. വീണ്ടും ദൈവമായ കർത്താവ് കൊട്ടകൾ നിറച്ച് മാനിച്ച് ഏതെങ്കിലും മൂലയിൽ വേസ്റ്റ് ഡബിനകത്ത് കൊണ്ട് തള്ളില്ല, കൊട്ടയ്ക്കകത്ത് നിറയ്ക്കാൻ പറയും. അങ്ങനെ നിറച്ച് ദൈവമായ കർത്താവ് വയ്ക്കും. അങ്ങനെ ദൈവമായ കർത്താവ് ഒരു സ്ഥാനത്തും മാനത്തും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തളർച്ചകൾ, ഞങ്ങളുടെ ക്ഷീണങ്ങൾ, ഞങ്ങൾ വീണു പോകുമെന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷെ ഞങ്ങളെ ഏറ്റവും അടുത്തറിഞ്ഞവർക്ക് പോലുമില്ലാത്തത് എൻ്റെ കർത്താവ് അറിഞ്ഞതിനായി സ്തോത്രം. അതാണൊരു അത്ഭുതത്തിന് വഴിതെളിച്ചത്, ഒരു നടപടിക്ക് മുഖാന്തരമായത്. ഇതുപോലെ ഈ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗം കേട്ട ആർക്കോ വേണ്ടി കർത്താവ് ചില കൽപ്പനകൾ, ഒരു നടപടികൾ തുടങ്ങണേ കർത്താവേ. 2, ഞങ്ങൾ അങ്ങയുടെ കയ്യിലെത്തി അനുഗ്രഹിക്കപ്പെട്ടു. വീണ്ടും നുറുക്കവും പ്രയാസവും കഷ്ടമൊക്കെ നേരിട്ടാലും ഞങ്ങൾ അസ്തമിക്കത്തില്ല, തീരത്തില്ല. വാഴച്ചോട്ടിലോ തെങ്ങിൻ ചോട്ടിലോ ഞങ്ങൾ കൊണ്ടുപോയി ചൊരിഞ്ഞിടപ്പെടത്തില്ല. കർത്താവ് സുരക്ഷിതമായി കളയാതെ സൂക്ഷിക്കാൻ പറഞ്ഞ് കരുതി വയ്ക്കും എന്നുള്ള വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു, പിന്നെയും കരുതുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.